ഹലോ ഫ്രണ്ട്സ്, പുതിയ ടെക്സ്റ്റ് പ്രകാരം 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിലെ ഫസ്റ്റ് ക്ലാസ്സാണിത്. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? ഇക്വേഷൻസ് എന്താ? ഈക്വൽ ടു ഒരു ഈക്വൽ സൈൻ ഉണ്ടാവും. ഈക്വൽ സൈനിന് ലെഫ്റ്റ് സൈഡുള്ള ഒരു ഭാഗം ഉണ്ടാവും, അതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും. ഈക്വൽ സൈനിന് റൈറ്റ് സൈഡിലുള്ളതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്നും പറയും. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? ഒരു ഇക്വേഷൻ ആയിരിക്കും. പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുന്നത്? ഒരു പെയർ ഇക്വേഷൻസ്, അതായത് അവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാകും. ഇനി നമുക്കറിയാം എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾജിബ്രയാണ് അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾജിബ്ര എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് വൈ എന്നിങ്ങനെയുള്ള വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് എഴുതുകയാണെങ്കിൽ അത് എന്താണ്? അത് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. അതുപോലെ വെറും 5+3 എന്ന് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും? അതെന്തായിരിക്കും? ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കും. ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. പക്ഷെ അതൊരു ഇക്വേഷൻ ആണോ? അല്ല അല്ലേ? ഇക്വേഷൻ അല്ല. ഇക്വേഷൻ ആവണമെങ്കിൽ എന്ത് വേണമായിരുന്നു? ഒരു ഈക്വൽ സൈൻ കഴിഞ്ഞിട്ട് ഒരു ഈക്വൽ സൈൻ വേണം. അത് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ വേണം. അതായത് എന്താണ്? ഇത് ഇപ്പോൾ എന്തായാലും ഇക്വേഷനായി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ഇക്വേഷനായി. വെറുതെ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ അതൊരു ഇക്വേഷൻ ആവുന്നില്ല. അത് ജസ്റ്റ് എന്താണ്? ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ മാത്രമേ ആകുന്നുള്ളൂ. ചാപ്റ്റർ 1 പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിലെ ഫസ്റ്റ് പ്രോബ്ലം. There are 100 beads, black and white in a box. 10 more black than white. How many black and how many white? ഈ പ്രോബ്ലത്തിൽ എന്താ പറയുന്നത്? ഒരു ബോക്സിൽ 100 ബീഡ്സ് ഉണ്ട്. അതിൽ ബ്ലാക്ക് കളറിലുള്ളതുണ്ട്, വൈറ്റ് കളറിലുള്ളതുണ്ട്. പിന്നെന്താ ഇവിടെ പറയുന്നത്? 10 more black than white. വൈറ്റിനെ അപേക്ഷിച്ച് 10 കൂടുതലാണ് ബ്ലാക്ക് കളറിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ബീഡ്സ് എത്രയുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ബീഡ്സ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എക്സ് ആയിട്ട് എടുക്കാം. അതുപോലെ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് വൈ ആയിട്ട് എടുക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബോക്സിൽ 100 ബീഡ്സ് ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ ബീഡ്സ് 100 ആണ്. ഇപ്പം നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സും നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സും കൂട്ടി 100 ബീഡ്സ് ഉണ്ട്. അതായത് നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് എക്സും നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എന്ന് പറയുന്നത് വൈയുമാണ്. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10 more black than white. വൈറ്റിനെ അപേക്ഷിച്ച് 10 ബ്ലാക്ക് കൂടുതലാണ്. അതായത് ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 10 എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? അപ്പോൾ ബ്ലാക്ക് ബീഡ്സ് എക്സും വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം വൈയും ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് വൈ. അത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 10 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ഇക്വേഷനെ ആഡ് ചെയ്യുമ്പോൾ എക്സ് ടേമുകൾ ഒരുമിച്ച് ആഡ് ചെയ്യുക, വൈ ടേമുകൾ ഒരുമിച്ച് ആഡ് ചെയ്യുക, വേരിയബിൾസ് അല്ലാത്ത ടേമുകൾ ഒരുമിച്ച് ആഡ് ചെയ്യുക. എക്സ് ടേമുകൾ ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x ആണ്. അതുപോലെ വൈ മൈനസ് വൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? 0 വരും. ഈക്വൽ ടു 100 + 10 എന്ന് പറഞ്ഞാൽ 110. ഇനി ഇതിനെങ്ങനെ എഴുതാം? 2x = 110 എന്ന് എഴുതാം. ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ
2 ഇൻറ്റു എക്സ് ആണ്. ഈ ഇൻറ്റു 2 എന്ന് പറയുന്നത് ഈക്വൽ സൈനിൽ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്ത് വരും? ഡിവിഷൻ ആവും അല്ലേ? ഇപ്പോൾ 110 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അതായത് 110 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ വരും? 55. അതായത് എക്സിൻ്റെ എണ്ണം എത്രയാണെന്ന് നമുക്ക് കിട്ടി? 55. അതായത് എക്സ് എന്തായിട്ടാണ് എടുത്തത്? നമ്മൾ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ആണ് എക്സ് ആയിട്ട് എടുത്തത്. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 55. ഇനി നമുക്ക് എന്തുകൂടി കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എന്ന് കണ്ടുപിടിക്കണം. ഈ എക്സിന് കിട്ടിയ വാല്യൂ എന്ത് ചെയ്യുക? ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10 എന്ന ഇക്വേഷൻ എടുക്കുമ്പോൾ എക്സിന് പകരം എന്ത് കൊടുക്കുക? 55 എന്ത് എടുക്കുക? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10 എന്ന ഇക്വേഷനിൽ എക്സിന് പകരം 55 കൊടുക്കുക. അപ്പോൾ എക്സിന് പകരം 55 മൈനസ് വൈ ഈക്വൽ ടു 10. ഇതിൽ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ടതിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോകുക. 55 പ്ലസ് 10 ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്താവും? -10 ഈക്വൽ ടു മൈനസ് വൈ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ വൈ ആകും. അപ്പോൾ വൈയുടെ വാല്യൂ എന്ന് വരും? 55 മൈനസ് 10 എന്ന് പറയുന്നത് 45 എന്ന് വരും. അതായത് എക്സിൻ്റെ വാല്യൂ 55. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് 55. വൈ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്. വൈയുടെ വാല്യൂ എത്രയാണ്? 45. അതായത് നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എന്ന് പറയുന്നത് 45. Next problem. The price of a table and chair is 11,000 rupees. The price of the table and 4 chairs is 14,000 rupees. What is the price of each? എന്താ ഇവിടെ പറയണേ? ഒരു ടേബിളിൻ്റെയും ചെയറിൻ്റെയും പ്രൈസ് 11,000 rupees ആണ്. അതുപോലെ തന്നെ ഒരു ടേബിളിൻ്റെയും 4 ചെയേഴ്സിൻ്റെയും പ്രൈസ് 14,000 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും പ്രൈസ് എത്രയാണെന്ന്, അതായത് ഇവിടെ നമുക്ക് ടേബിളിൻ്റെ പ്രൈസും ചെയറിൻ്റെ പ്രൈസുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രൈസ് ഓഫ് എ ടേബിളും പ്രൈസ് ഓഫ് എ ചെയറും ആണ്. പ്രൈസ് ഓഫ് എ ടേബിളിന് നമുക്ക് എക്സ് എന്ന വാല്യൂ കൊടുക്കുക. പ്രൈസ് ഓഫ് എ ചെയറിന് വൈ എന്ന വാല്യൂ കൊടുക്കുക. ഇനി ഈ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees. അതായത് ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് എന്താ? 11,000 rupees. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് എ ടേബിൾ പ്ലസ് പ്രൈസ് ഓഫ് എ ചെയർ, അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതാണ് എന്തിവിടെ? 11,000 എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് 4 ചെയേഴ്സ്. ഒരു ടേബിളിൻ്റെയും 4 ചെയേഴ്സിൻ്റെയും പ്രൈസ് എത്രയാണ്? 14,000 rupees ആണ്. ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഇനി എന്താ? 4 ചെയറാണ്. ഒരു ചെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ 4 ചെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താവും? 4y ആവും. എക്സ് പ്ലസ് 4y എന്ന് പറയുന്നത് എന്താണ്? 14,000 rupees ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൽ നിന്നും എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഇതിനായിട്ട് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നില്ലെങ്കിൽ എക്സിന്റെ ടേംസ് ക്യാൻസൽ ചെയ്ത് കളയണം, അല്ലെങ്കിൽ വൈയുടെ ടേംസ് ക്യാൻസൽ ചെയ്ത് കളയണം. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അത് കാരണം നമുക്ക് എക്സിന്റെ വാല്യൂസ് ക്യാൻസൽ ചെയ്ത് കളയാനാണ് എളുപ്പം. അതുകൊണ്ട് നമ്മളിവിടെ എക്സിന്റെ വാല്യൂ ആണ് ക്യാൻസൽ ചെയ്ത് കളയുന്നത്. എക്സിന്റെ വാല്യൂ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇക്വേഷനിലെ പോസിറ്റീവ് എല്ലാം നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ
പ്ലസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ആവും. അതുപോലെ പ്ലസ് 4y എന്ന് പറയുന്നത് മൈനസ് 4y ആവും. അതുപോലെ പ്ലസ് 14,000 എന്ന് പറയുന്നത് മൈനസ് 14,000 ആവും. ഇനി എന്ത് ചെയ്യാം? ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത് പോവും. ഇനി എന്താ? y മൈനസ് 4y ആണ്. അതായത് രണ്ട് നമ്പേഴ്സ്, ഒരെണ്ണം പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും ആണെങ്കിൽ വലുതിന്ന് ചെറുത് കുറച്ച് എന്ത് ചെയ്യുക? വലുതിന്റെ സൈൻ ഇടുക. അപ്പൊ എന്ത് വരും? 4ന്ന് 1 കുറയ്ക്കുമ്പോൾ 3 വരും. വലുതിന്റെ സൈൻ നെഗറ്റീവ്, അതായത് മൈനസ് 3y ഈക്വൽ ടു. ഇവിടെയും അതുപോലെ എന്താണ്? ഒരെണ്ണം പോസിറ്റീവ് നമ്പറും ഒരെണ്ണം നെഗറ്റീവ് നമ്പറും ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ച് എന്ത് ചെയ്യണം? വലിയ നമ്പറിന്റെ സൈൻ ഇടണം. അതായത് 14,000 മൈനസ് 11,000 എന്ന് പറയുന്നത് എത്രയാണ്? 3,000 വരും. ഇവിടെ വലുതെന്ന് പറയുന്നത് 14,000 ആണ്. അതിന്റെ സൈൻ എന്ന് പറയുന്നത് മൈനസ് ആണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? y കണ്ടുപിടിക്കാം. y ഈക്വൽ ടു മൈനസ് 3,000 ഡിവൈഡഡ് ബൈ, ഇവിടെ y ഇൻറ്റു മൈനസ് 3 ആണ്. ഇൻറ്റു മൈനസ് 3 റൈറ്റ് സൈഡിൽ വരുമ്പോൾ എന്ത് വരും? ഡിവിഷൻ ആവും. അതായത് മൈനസ് 3 വരും. അപ്പൊ നമുക്കറിയാം ഡിവിഷനില് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3,000 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എന്ത് വരും? 1000. അതായത് വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1000 കിട്ടി. y എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഓഫ് എ ഷെയർ ആണ്. അപ്പൊ എന്ത് കിട്ടും? പ്രൈസ് ഓഫ് എ ഷെയർ എന്ന് പറയുന്നത് 1000 ആണെന്ന് ലഭിക്കും. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഫസ്റ്റത്തെ ഇക്വേഷനിൽ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 1000 ഈക്വൽ ടു 11,000. അതായത് എക്സിന്റെ വാല്യൂ ഇനി എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സിനെ നിർത്തിയിട്ട് ബാക്കിയുള്ള വാല്യൂസിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. ഇവിടെ പ്ലസ് 1000 ആണ്. എക്സ് പ്ലസ് 1000 ഈക്വൽ ടു 11,000. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? എക്സിനെ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള വാല്യൂസിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുക. അതായത് പ്ലസ് 1000 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എന്താവും? മൈനസ് 1000 ആവും. അതായത് എക്സ് ഈക്വൽ ടു 11,000 മൈനസ് 1000. 11,000 മൈനസ് 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 10,000. അതായത് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? നമുക്ക് 10,000. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഓഫ് എ ടേബിൾ. പ്രൈസ് ഓഫ് എ ടേബിൾ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 10,000. നമുക്ക് പ്രൈസ് ഓഫ് എ ടേബിൾ എന്ന് പറയുന്നത് 10,000ഉം പ്രൈസ് ഓഫ് എ ചെയർ എന്ന് പറയുന്നത് 1000 rupees ആയിട്ട് ലഭിക്കും.